നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. എന്താണ് അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണുക. ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് കാണാം കേട്ടോ. Six of Pentacles, the High Priestess, the Moon, the Hanged Man, the Chariot, Nine of Wands, Eight of Cups, King of Wands, Knight of Pentacles, Two of Cups. ഡാമേജ് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി കാണിക്കുന്നുണ്ട്. അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് കാണിക്കുന്നുണ്ട്. ആബ്സെൻസ് കാണിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം എന്നാണ് കാണിക്കുന്നത്. ഡിസഗ്രിമെന്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു കാർഡ് കൂടി എടുക്കട്ടെ. അൺവർത്തി എന്ന് കാണിക്കുന്നു കേട്ടോ. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർ ഡിസഗ്രിമെന്റ്സ് ആണ് കാണിക്കുന്നത്. അതായത് പല കാര്യങ്ങളിലും നിങ്ങളുമായിട്ട് ചേരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, അവരിപ്പോൾ എന്ത് ഫീലിങ്സിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു ഡിസഗ്രിമെൻറ്റ്സ് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ പലപ്പോഴും അവരുടെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കാതെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് എനർജിയുടെ ഒരു മീനിങ് തന്നെയാണ് ഇത്. ഡാമേജ് എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അത്രയും മുറിവുകൾ, പേരുടെയും മനസ്സ് അത്രയും ഡാമേജ്ഡ് ആണ്. മാനസികമായിട്ട് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും പരസ്പരം ഡാമേജ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടുപേരുടെയും മനസ്സുകളിൽ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അത് ഇവരുടെ മനസ്സിലും പലപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാക്കുകളായിക്കോട്ടെ, നിങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, അവരെ മാനസികമായിട്ട് ഒരു ഡാമേജ്, മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്.
ഇവിടെ തേർഡ് പാർട്ടി ഹൈ പ്രീസ്റ്റസ് കാർഡ് കാണിക്കുന്നതും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതാണ്. അത് ഇവർ നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബാധിക്കുന്നു എന്നുള്ളത് അവർക്കറിയാം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അവർ ഈ തേർഡ് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. അവർ ഇമോഷണലി ഒരിക്കലും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റഡ് അല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷന് ഇടയ്ക്ക് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് മാത്രമാണ് ഇവരും ഈ റിലേഷനിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നത്. ഇവരതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ എപ്പോഴും കരുതുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഇവർ തേർഡ് പാർട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരവും നിങ്ങൾ തമ്മിലുണ്ടാവുന്ന ഇഷ്യൂസും അവരെ ഡാമേജ്ഡ് ആക്കുന്നുണ്ട്, അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർ വർത്തിയല്ല, അൺവർത്തി എന്നാണ് കാണിക്കുന്നത്. അവർ ഈ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ള ഒരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ, അവർ അവരെക്കാൾ നല്ലൊരു പേഴ്സൺ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ അവർ അത്രയും വർത്തി ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് അവർ തന്നെ റിയലൈസ് ചെയ്യുന്നു, അത് അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ഈ റിലേഷനിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇടുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. അതായത് നിങ്ങളെ അതുപോലെ സ്നേഹിക്കാനും അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ അവരെക്കാൾ നല്ലൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ഒരു ബെറ്റർ പേഴ്സൺ, അവരെക്കാൾ ഒരു ബെറ്റർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അവർ ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതുപോലെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും അവർക്ക് അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അവർ ആ കാര്യത്തിൽ പലപ്പോഴും സ്റ്റെക്കാണ്. ഈ ഒരു ഹാങ്ഡ് മാൻ കാർഡ് കാണിക്കുന്നത് അവരതിൽ സ്റ്റെക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ്ഡ് ആവുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളോ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളോട് പഴയ പോലെ ഒരു അത്രയും സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു അടുപ്പം കാണിക്കാനോ അവർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിൽ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുമ്പോൾ അവർ അത്രയും ഹേർട്ട് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഒരുപാട് അവരുടെ കരിയർ ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തവർക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ കാണിക്കുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കം, അല്ലെങ്കിൽ അവർ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു റിയാക്ഷനാണ് ഈ റിലേഷനിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന്. അവർ ചിലപ്പോൾ വണ്ടർ ആവാറുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർ വണ്ടർ ആവാറുണ്ട് എന്നുള്ളതാണ്. അവർ അത്ഭുതപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർ അത്ഭുതപ്പെട്ടു പോവാറുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില റിയാക്ഷൻസ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ എന്തൊക്കെയായാലും ഇവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ സോൾമേറ്റ് കണക്ഷനാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവർ ഇൻകംപ്ലീറ്റ് ആണ്. പല കാര്യങ്ങളും അവർ നിങ്ങളിൽ മറന്നു വെച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ ഏൽപ്പിച്ചാണ് അവർ പോകുന്നത്. അവരുടെ മനസ്സ് പോലും നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വർക്കുകളിലോട്ട് അവർ ഫോക്കസ്ഡ് ആവുന്നേ എന്നുള്ളതാണ്. ഓക്കെ, അവർ നിങ്ങളില്ലാതെ കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ് അവരുടെ ലൈഫ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ്. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂസ് അവർ ചിലപ്പോൾ നേരിടുന്നുണ്ടാവാം. അപ്പോൾ അത് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് വരുവാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്, അങ്ങനെ ഇഷ്യൂസ് ഉള്ളവർക്ക് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് പല കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് കാണിക്കുന്നുണ്ട്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് തോന്നുന്ന ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ തരും എന്നുള്ളതാണ് കാണിക്കുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഒക്ടോബർ, ഡിസംബർ, ജനുവരി,
ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നവംബർ, ഫെബ്രുവരി, സെപ്റ്റംബർ, ലെറ്റർ എസ്, ലെറ്റർ ടി, ഏപ്രിൽ, മാർച്ച് 1998, മൂലം മെയ് 1997. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.